സമയം ADGP MR അജിത് കുമാർ RSSന്റെ നേതാവ് ദത്താത്രേയ ഹൊസബളെ കണ്ടു. അത് വലിയ വിവാദമായിരിക്കുകയാണ്. അതങ്ങനെ വിവാദമാകേണ്ട ഒരു കാര്യമാണോ? അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം കണ്ടത്, ചില ഡീലൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അദ്ദേഹം നിഷേധിച്ചിട്ടുണ്ട്. കണ്ടു എന്ന് അദ്ദേഹം സമ്മതിച്ചു, പക്ഷേ അതിനു വേണ്ടിയിട്ടല്ല എന്ന് അദ്ദേഹം പറയുകയാണ്. ഇത് 2023 മെയ് 22-ാം തീയതിയാണ്. 2-ാം തീയതിയാണ് അവരുടെ പാറമേക്കാവിൽ നടന്ന ക്യാമ്പ്, RSSന്റെ ക്യാമ്പിൽ ADGP വന്നിട്ടുണ്ട്. അവിടെ സ്പെഷ്യൽ ബ്രാഞ്ച് SB റിപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്, അദ്ദേഹം അവിടെ പോയിട്ടുണ്ടെന്ന്. എറണാകുളത്ത് വന്ന് എറണാകുളത്തെ ഒരു ഹോട്ടലിൽ വണ്ടി ഇട്ടിട്ട്, അതായത് ഒഫീഷ്യൽ വണ്ടി അവിടെ ഇട്ടിട്ട് ഇദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ വണ്ടിയിലാണ് ഇദ്ദേഹം RSSന്റെ ക്യാമ്പിൽ പോയിരിക്കുന്നത്. ഇത് വിവാദമാകുന്ന ഇതിനോട് ചേർത്ത് കെട്ടുന്ന നമ്മുടെ തൃശ്ശൂർ പൂരത്തെ കലക്കിയത് ഈ കൂടിക്കാഴ്ചയുടെ അടിസ്ഥാനത്തിലാണ്. അത് 2023 മെയ് 22. 2024 പൂരം എങ്ങനെ ഇത്രയും കാലത്തിന് ശേഷം കലക്കാൻ പോലീസ് ഉദ്ദേശിക്കുന്നത്? അതെ, അത് എന്തെല്ലാം കൊണ്ടുപോയി തൃശ്ശൂർ പൂരത്തിന്റെ ഇത് അവിടെ ജയിച്ചത്. ചേട്ടാ, നിങ്ങൾ കൊള്ളത്തില്ല, അവിടെ നിങ്ങൾ കൊള്ളാത്തോണ്ടാണ് നിങ്ങൾ തൃശ്ശൂർ തോറ്റത്. അതിന് ഈ പൂരം കലക്കിയായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. പൂരം കലക്കിയത് തന്നെയാണ്. പൂരം കലക്കിയതിനകത്തും പിന്നെ സുരേഷ് ഗോപി ജയിച്ചതിനകത്തൊന്നും അല്ലേലും അവിടെ സുരേഷ് ഗോപി ജയിക്കുമായിരുന്നു. പൂരം കലക്കിയ മാത്രമൊന്നുമല്ല അവിടുത്തെ പ്രശ്നം. അവിടെ കൊള്ളത്തില്ല ഇവര്. അവിടെ ആരാ ഉള്ളത്? TM പ്രതാപൻ നിന്നാ ജയിക്കുമായിരുന്നു. K മുരളീധരൻ നിന്നാ എല്ലാവരും ജയിക്കത്തില്ല. TM പ്രതാപൻ നിന്ന് കഴിഞ്ഞാൽ 8:30 തന്നെ തോറ്റുമായിരുന്നു. ആദ്യത്തെ വോട്ടുണ്ടുമ്പോൾ തന്നെ TM പ്രതാപൻ നോക്കും. കാര്യം TM പ്രതാപന്റെ ഉടായിപ്പുകളൊക്കെ തൃശ്ശൂർക്കാർക്ക് നല്ല ബോധ്യമുള്ള കാര്യമാണ്. ഇവർ ആരെ കൊണ്ടുവന്നിട്ട് നിർത്തും? സുനിൽകുമാറെ നമുക്കൊന്നും പറയാൻ പറ്റുന്നില്ല. കാര്യം സുനിൽകുമാർ എന്ന് പറയുന്ന ഒരു നല്ല നേതാവാണ്. നല്ല നേതാവും നല്ല മനുഷ്യനുമാണ്, നല്ല വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ തൃശ്ശൂർ ഇറങ്ങി നമ്മൾ ആരോട് സംസാരിച്ചാലും നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് സുനിൽകുമാറിനെ കുറിച്ച്. സുനിൽകുമാർ, ഞാൻ അവിടെ തൃശ്ശൂർ റിപ്പോർട്ടറായിരുന്ന ഒരാളുമാണ്. അത് അദ്ദേഹത്തിന്റെ പ്രവർത്തകകളും എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ രീതി എന്നൊക്കെ നമുക്കത് മനസ്സിലാവുന്ന ഒരു കാര്യം. നല്ല മനുഷ്യനാണ്. എങ്കിൽ അദ്ദേഹം ആണെങ്കിലും തോറ്റു. സുരേഷ് ഗോപിയോട് ജയിക്കത്തില്ലായിരുന്നു. സുരേഷ് ഗോപിയോട് അവിടെ പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. നമ്മളത് ഈ തെരഞ്ഞെടുപ്പ് നടന്ന് വോട്ടെണ്ണൽ കഴിഞ്ഞതിന്റെ തൊട്ട് പിന്നാലെ നമ്മളിവിടെ ചർച്ച നടത്തിയപ്പം പിന്നെ നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് ധനുഷിനോട് ഞാൻ പറഞ്ഞു, ധനുഷ്, സുരേഷ് ഗോപിയോടെ ജയിക്കും. അവിടെ ഗുരുവായൂർ ഒഴികെ ബാക്കി എല്ലാ മണ്ഡലങ്ങളും വീട് കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. അവിടെ ഗുരുവായൂർ ഒഴികെ എല്ലാ മണ്ഡലങ്ങളും, നിയമസഭാ മണ്ഡലങ്ങളും പിന്നെ BJPക്ക് അനുകൂലമായിട്ട് അവിടെ വീണിട്ടുണ്ട്. കാര്യം നമുക്ക് അവിടുന്ന് ആ ഒരു ഗ്രൗണ്ടിൽ നിന്ന് ലഭിക്കുന്ന പൾസ് അതായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളത് പറഞ്ഞത്. ഇവർ പറയുന്നു ഞങ്ങൾ തോൽക്കാനുള്ള കാരണം പൂരം കലക്കിയതാണ്, തൃശ്ശൂർ പൂരം കലക്കിയതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പൂരം കലക്കിയതിൽ ആർക്കാണ് താല്പര്യം? പൂരം, അതായത് തൃശ്ശൂർ പൂരത്തെ നശിപ്പിച്ച് കളയാൻ കാലങ്ങളായിട്ടുള്ള ശ്രമം നടക്കുന്നുണ്ട്. തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ്. അത് ഒരു ജനതയെ, ഒരു വലിയ വിഭാഗത്തെ ചേർത്ത് നിർത്തുന്ന ഒരു കണ്ണിയാണ് ഈ തൃശ്ശൂർ പൂരം. അതായത് അവിടെ നടക്കുന്ന തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് മലയാളിയിലെ ഒരു ഹിന്ദു വിഭാഗത്തെ ചേർത്ത് നിർത്തുന്ന ഒന്നാണ് ഈ തൃശ്ശൂർ പൂരം എന്ന് പറയുന്ന ഒരു സംസ്കാരം. അവിടെ എല്ലാ ജനവിഭാഗങ്ങളും എല്ലാ മതവിഭാഗങ്ങളും അതിന്റെ ഭാഗമാകുന്നുണ്ടെങ്കിലും ഇതിനെ ചേർത്ത് നിർത്തുന്ന ഒരു കണ്ണിയാണിത്. അതിനെ അട്ടിമറിക്കുക എന്നത് കാലങ്ങളായിട്ടുള്ള ശ്രമമാണ്. അത് ഇപ്പോഴത്തെ അട്ടിമറിച്ചത് ഈ പറയുന്ന MR അജിത് കുമാർ അതിന് അന്വേഷണം നടത്തിയ അദ്ദേഹത്തിന്റെ ചുമതലയിലാണ് അന്വേഷണം നടത്തിയത്. അദ്ദേഹം അന്വേഷണ റിപ്പോർട്ട് പുറത്തു വിടണം. ആരാണ് പൂരം കലക്കിയെന്ന് പറയണം. അതാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത്. പൂരം കലക്കിയത് ആരാണ് എന്ന് പറഞ്ഞു. ഒരു കാര്യവും ഇല്ലാതെയാണ് അവിടെ ബാരിക്കേഡ് സ്ഥാപിച്ച് ആളുകളെ പിന്നെ തരംതിരിച്ചു വിട്ടത്. അതായത് വെടിക്കെട്ട് തുടങ്ങുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പേ ബാരിക്കേഡ് വെച്ച് തിരിച്ചു. അത് കാരണം തിരുവമ്പാടിക്കാര് ആദ്യമേ തന്നെ അവരുടെ പുരാഘോഷം നിർത്തിവെച്ചു. രാവിലെ അല്ലേ ഇതിട്ട് എടുത്തു വെച്ച് പൊട്ടിച്ചത്? രാവിലെ പകലെടുത്ത് വെച്ച് പൊട്ടിച്ചത്. ആ രീതിയിൽ പൂരത്തെ നശിപ്പിച്ച് കളഞ്ഞത് ആരാണ് എന്ന് അറിയാനുള്ള അവകാശം ഇവിടുത്തെ എല്ലാ മലയാളികൾക്കും ഉണ്ട്. നമ്മുടെ എല്ലാവരും ഒരു ആവശ്യമാണത്. തൃശ്ശൂർ നമ്മുടെ പൂരത്തെ ആരാണ് നശിപ്പിച്ചത്? എല്ലാവരും ആ ഒരു സംഭവം ആരും മറന്നിട്ടുമില്ല. അത് വോട്ടായിട്ടുണ്ട്. പക്ഷെ അത് മാത്രമൊന്നുമല്ല നിങ്ങൾ തോക്കാൻ. നിങ്ങൾ കൊള്ളത്തില്ല, നിങ്ങളുടെ കാൻഡിഡേറ്റ്സ് കൊള്ളത്തില്ല. നിങ്ങളുടെ അവിടെ ഇരുന്ന നേരത്തെ ഇരുന്ന MPക്കും യാതൊരു ബന്ധവുമില്ല ജനങ്ങളുമായിട്ട്. ഉടായിപ്പുകളുമായിട്ട് തട്ടിപ്പും വെട്ടിപ്പോയിട്ടൊക്കെ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ നാട്ടുകാർ തോപ്പിക്കും. അതിന് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. നിങ്ങൾ കള്ളന്മാരാണെന്ന് ബാക്കിയുള്ളവർക്ക് നാട്ടുകാർക്ക് ബോധ്യപ്പെട്ടിട്ട് അവർ തോപ്പിച്ച് കളയും നമ്മളെ. അതിപ്പോ ആരാണെങ്കിലും, ഏത് സ്ഥാനാർത്ഥിയാണെങ്കിലും അവർ ജനങ്ങൾ തോപ്പിക്കും. പിന്നെ ഇവിടെ നമ്മുടെ തരൂര് പിടിച്ചിരിക്കുന്നത് ഇവിടുത്തെ ഒരു ബെൽറ്റ് ഉണ്ട്. ആ ബെൽറ്റ് ഈ BJP അധികാരത്തിൽ വരാൻ അവർ ഒരു കാരണവശാലും അനുവദിക്കില്ല. BJPയോട് അവർക്ക് എല്ലാ കാലത്തും ഒരു വിമുഖതയുണ്ട്. അതിനി BJP ഇവരുടെ പൊന്നുകൊണ്ട് ഇവർക്കെല്ലാം അവിടെ പുളിശ്ശേരി വെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാലും BJP അവരിവിടെ ജയിപ്പിക്കത്തില്ല. കാര്യം ആ കോവളം ആ സൈഡൊക്കെ എണ്ണുമ്പോഴത്തേക്ക് തോക്കും. ആ ഒരു ബെൽറ്റ്, വലിയതുറ, പൂന്തുറ,
ഒരു ഏരിയ വലിയൊരു ബെൽറ്റ് ആണത്. അവിടെ മാസ് വോട്ടിംഗ് ആണ്. അതെ അതെ. അവിടെ സ്ഥാനാർത്ഥി ഇതൊന്നുമില്ല, അങ്ങോട്ട് ചെല്ലുക, തരൂരിന് കുത്തുകൊടുക, കുത്തിങ്ങ് പോരുക അവര്. അത് വേറെ ഒന്നുമില്ല. അവിടെ അവര് ചിന്തിക്കുക എന്നുള്ള പരിപാടി പോലും അവിടെ എങ്ങുമില്ല. അവർ ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ അവർ തയ്യാറില്ല. അവർക്ക് ബി ജെ പിയോട് എല്ലാ കാലത്തും ദേഷ്യമാണ്. അവിടെ ബി ജെ പി കൊണ്ടുപോയി അവിടെ കുറെ പ്രവർത്തനങ്ങൾ നടത്തി, ആ മുതലപ്പുഴയിലൊക്കെ ചെന്ന് പിന്നെ വള്ളം മറിയുന്നതിനൊക്കെ ഞങ്ങൾ ഇത് ചെയ്തു തരാന്നൊക്കെ പറഞ്ഞ് കുറെ കാര്യങ്ങൾ പറഞ്ഞെങ്കിലും നമുക്കറിയാലോ ഇതൊന്നും അവർ കേൾക്കത്തില്ല. അവർക്ക് ഇനി എന്ത് കൊടുത്താലും ഒരു ബി ജെ പി വോട്ട് ചെയ്യില്ല. ബി ജെ പി ജയിക്കുന്നു എന്നുള്ള സാഹചര്യം പിന്നെ ഉണ്ടാവുകയാണെങ്കിൽ ഗൾഫിൽ കിടക്കുന്നവരെ പറഞ്ഞിവിടെ വരും. ബി ജെ പി ജയിക്കുന്നു എന്ന് ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഗൾഫിൽ കിടക്കുന്നവർ വരെ ഇവിടെ പറന്നു വരും. വോട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ പറന്നു വരും. ആണെന്നേ, അല്ല പരിശോധിച്ചു നോക്ക്. നമ്മളത് പലപ്പോഴും കാണുന്ന ഒരു കാര്യമില്ലേ. അവിടെ ബി ജെ പിക്ക് ഇത് ഇടാൻ പറ്റൂലല്ലോ, പിന്നെ കൗണ്ടിങ് ഏജന്റിനെ ബൂത്ത് ഏജന്റിനെ ഇടാൻ പറ്റൂലല്ലോ. ബി ജെ പിക്ക് അവിടെ ബൂത്ത് ഏജന്റ് ഇല്ല. ആ അതുപോലെ എല്ലാ പിന്നെ തെരഞ്ഞെടുപ്പ് പിന്നെ ഇതുണ്ടല്ലോ, ഏതാ പോളിംഗ് സ്റ്റേഷൻ, എല്ലാത്തിന്റെയും ഫ്രണ്ടില് ഇവര് എല്ലാ പാർട്ടിക്കാരും ഒരു സെന്റർ ഇട്ടിരിക്കുമല്ലോ സ്ലിപ്പ് കൊടുക്കാൻ വേണ്ടി. ബി ജെ പിക്ക് ഇടാൻ പറ്റൂല, ബി ജെ പി ഇടാൻ സമ്മതിക്കല്ലോ. ബി ജെ പിക്ക് അവിടെ സ്ലിപ്പ് കൊടുക്കാൻ ആളെ ഇരുത്താൻ പറ്റൂല, കൊടി കുത്താൻ പറ്റൂലല്ലോ ബി ജെ പിക്ക് അവിടെ. ഇവിടെ പല മേഖലകളിലും, ഇവിടെ തീരദേശത്ത് പല സ്ഥലങ്ങളിലും ബി ജെ പിക്ക് അവിടെ കൊടി കുത്താൻ പറ്റൂല. ഒന്ന് കുത്തിവെക്ക് ബി ജെ പി വരും, ഓടിക്കും. അങ്ങനെയുള്ള ഒരു കാര്യമാണ്. അപ്പൊ അവിടെ എന്തായാലും സുരേഷ് ഗോപി ജയിക്കുമെന്നുള്ളത് 100% ഉറപ്പായിരുന്നു. ഇപ്പൊ സുരേഷ് ഗോപി ജയിക്കാനുള്ള, ഇനിയിപ്പോ സുരേഷ് ഗോപി ജയിക്കാനുള്ള കാരണം ഇതാണ് അതാണെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ അത് കുറെ കാലമായിട്ട് ഈ സുരേഷ് ഗോപിയെ പല രീതിയിൽ അവർ ആക്രമിക്കാൻ ശ്രമിച്ചു. സുരേഷ് ഗോപിയുടെ വ്യക്തിത്വത്തെ നശിപ്പിച്ചു കളയാൻ പല രീതിയിൽ അവർ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തെ ആദ്യം ആക്രമിക്കാൻ ശ്രമിച്ചത് സ്ത്രീ വിഷയങ്ങൾ എടുത്തിട്ട് കൊടുത്തു. അതൊന്നും നാട്ടുകാർ കേൾക്കാൻ തയ്യാറായില്ല. അഴിമതി അദ്ദേഹത്തിനെതിരെ പറയാൻ പറ്റത്തില്ല ഇവർക്ക്. പിന്നെ അദ്ദേഹത്തിന് എന്താ ഭരചന്ദ്രൻ കൂടിയിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു. മാനസിക പ്രശ്നം ഉണ്ടെന്ന് വരെ പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ളതൊരു പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഈ അടുത്തിടയ്ക്ക് അദ്ദേഹം പിന്നെ ഇന്ത്യയുടെ രാജ്യത്തിന്റെ പിന്നെ പതാകയുമായിട്ട് നടന്നു പോകുന്നതിനെ എടുത്ത് ട്രോളാക്കി. ഇദ്ദേഹത്തിന് മാനസിക പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം അതിന്റെ ഒരു വ്യക്തമായി പറയുന്നത്, ഒരു കുട്ടി അദ്ദേഹത്തിന് കൊടുത്തതാണ്, എനിക്കത് കയ്യിൽ കിട്ടിയപ്പോൾ എനിക്കത് മടക്കി കയ്യിൽ വെക്കാൻ തോന്നിയില്ല, അത് ഞാൻ പിടിച്ചുകൊണ്ട് വന്നു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ കാണിച്ചതെന്ന്. അതിനെ ഇവരെടുത്ത് ട്രോളാക്കുന്നു. ചേട്ടാ, അദ്ദേഹം എന്താ ഇന്ത്യയുടെ പതാകയല്ലേ പിടിച്ചോണ്ട്, നമ്മുടെ രാജ്യത്തിന്റെ പതാകയല്ലേ പിടിച്ചോണ്ട് പോയത്? രാജ്യത്തിന്റെ പതാക പിടിച്ചോണ്ട് ഒരു മനുഷ്യൻ നടന്നു പോയപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് വട്ട എന്ന് പറയുന്നത്. യുവമാരെ എന്തോ വേണം, യുവമാർ സർവ്വത്ര കുഴപ്പം. അങ്ങനെ ഈ പൂരം അട്ടിമറിച്ചതും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പിന്നെ RSS ഇപ്പം അവിടെ പിന്നെ എനിക്ക് തോന്നുന്നു ഗോപാലകൃഷ്ണനാണെന്ന് തോന്നുന്നു, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ADGP മാത്രമല്ല, വേണമെങ്കിൽ MP ഗോവിന്ദനെ വരെ ഞങ്ങൾ ക്യാമ്പിൽ കൊണ്ടുവരും. RSSന്റെ ക്യാമ്പിൽ കൊണ്ടുവരുന്നത് അവരവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇദ്ദേഹം അവിടെ പോയിരിക്കുന്നത് മുഖ്യമന്ത്രി അറിഞ്ഞിട്ടുണ്ട്. എന്തേ അന്വേഷിക്കണം? എന്തിനാണ് RSSന്റെ ക്യാമ്പിൽ ADGP പോകണമെങ്കിൽ ഒരു കാര്യമാണ്, ലോ ആൻഡ് ഓർഡർ പ്രശ്നം വരണം. RSSന്റെ ക്യാമ്പിൽ ലോ ആൻഡ് ഓർഡർ പ്രശ്നം നടക്കുവാണെങ്കിൽ ADGPക്ക് എത്താം. അങ്ങനെ അദ്ദേഹം എന്ന് പറയുന്നത്, ഈ ADGP എന്ന് പറയുന്നത് ലോ ആൻഡ് ഓർഡറിലെ ADGP ആണ്. സംസ്ഥാനത്ത് എവിടെ ക്രമസമാധാന പ്രശ്നം ഉണ്ടായാലും അദ്ദേഹത്തിന് നേരിട്ട് അവിടെ ചെല്ലാം. നേരിട്ട് അവിടെ ചെന്ന് അദ്ദേഹത്തിന് പിന്നെ ഈ കാര്യത്തിൽ ഇടപെടാൻ പറ്റും. അപ്പൊ ഇദ്ദേഹം പക്ഷെ വണ്ടിയിൽ കൊണ്ടുപോയില്ല. ഏതാ ഒഫീഷ്യൽ വണ്ടി ലോക്ക് ഷീറ്റിൽ വരും. ലോക്ക് ഷീറ്റ് എടുത്തു കഴിഞ്ഞാൽ ADGP പോയ റൂട്ട് കിട്ടും. പിന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് എല്ലാ ദിവസവും റിപ്പോർട്ട് കൊടുക്കുന്നേ വൈകുന്നേരം. എല്ലാ ദിവസവും രാത്രിക്കുള്ളിൽ പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് പിന്നെ പോലീസ് ആസ്ഥാനത്ത് PHQ-ൽ DGPക്കും പിന്നെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് PHQ എന്നാണ് പറയുന്നത്. PHQ-ൽ DGPക്കും അതുപോലെ തന്നെ CM-നും, CM എന്ന് വെച്ചാൽ ആഭ്യന്തരമന്ത്രി ആയിരിക്കുന്നത് ആരാണോ അദ്ദേഹത്തിന് ഇവർ റിപ്പോർട്ട് കൊടുക്കും. ഇത് മുഖ്യമന്ത്രി കണ്ടിട്ടുണ്ട്. ആ റിപ്പോർട്ടിലുണ്ട് ഈ സാധനം. ഇദ്ദേഹം ഇതുപോലെ അവിടെ ചെന്നു എന്നുള്ളത്. ഇപ്പൊ ഇദ്ദേഹം അതിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു വിശദീകരണം, എന്റെ സുഹൃത്തിന്റെ ക്ഷണപ്രകാരം ഞാൻ പോയി എന്നുള്ളതാണ്. RSSന്റെ ക്യാമ്പിൽ പോയി എന്നുള്ളതാണ്. RSSന്റെ ക്യാമ്പിൽ ഇദ്ദേഹം പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ കാണാൻ വേണ്ടി പോയതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് എല്ലാവരോടും ഇവിടുത്തെ അടുത്ത് കെട്ടിയിരിക്കുന്നത് എവിടെയാണ്? തൃശ്ശൂർ പൂരത്തിലാണ്. തൃശ്ശൂർ പൂരം അട്ടിമറിച്ചത്. തൃശ്ശൂർ പൂരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൂരം ആരട്ടിമറിച്ചു, അത് കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. ഇദ്ദേഹം അവിടെ പോയതും 1 വർഷം കഴിഞ്ഞിട്ടുള്ള ഈ പറയുന്ന പൂരമായിട്ട് യാതൊരു ബന്ധവുമില്ല. 1 കൊല്ലം മുമ്പേ അതിന്റെ പ്ലാനിങ് നടന്നു. 1 കൊല്ലം മുമ്പേ അതിന്റെ പ്ലാനിങ് നടന്നു. നല്ല കാര്യം. ബാരിക്കേഡ് വെക്കാൻ 1 വർഷം മുമ്പേ തീരുമാനിച്ചല്ലേ, നല്ല കാര്യമാണ്. അവരവിടെ തോൽക്കാനുള്ള കാരണം വളരെ വ്യക്തമാണ്. അവർ ജനങ്ങളിൽ നിന്ന് അകന്നു. സുനിൽകുമാറിനോടല്ല ദേഷ്യം, സർക്കാരിനോടാണ് നാട്ടുകാർക്ക് ദേഷ്യം. അതവർ മനസ്സിലാക്കട്ടെ.